ഈ കാലിലെടുത്ത് കാലിൽ കാണിച്ചു. കാലിലുണ്ടോ? കാല് മുറിഞ്ഞോ? ഇത് കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ടല്ലേ? കാല് മുറിഞ്ഞേ? അവിടെയൊക്കെ മുറിഞ്ഞോ? കൈ ഇവിടെ അവിടെ അടി കിട്ടിയോ? ആറാട്ടെണ്ണനെ ഹോസ്പിറ്റലിൽ വന്ന് കണ്ടു. ഇത് സംഭവിച്ച പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആറാട്ടെണ്ണനെ പുറകെ നടന്ന ഒരാളെ ശല്യം ചെയ്യുന്നതാണ് ആറാട്ടൻ പറയുന്നത്. അതുകൂടാതെ ഇയാൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി ഉന്തും തള്ളുമായി. ആറാട്ടൻ്റെ കൈ പിടിച്ച് തിരിക്കേണ്ടതായിട്ട് ഉളുക്കോ ചതവോ വേണ്ടൊക്കെ ഉണ്ട്. പിന്നെ അടി കിട്ടിയെന്ന് പറയുന്നുണ്ട്. പിന്നെ ഉടുപ്പെ പിടിച്ചിട്ട് വലിച്ചു പറിച്ചു അങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പോൾ ഈ ഉന്തും തള്ളും അടിയൊക്കെയാണ് നടന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഇയാൾക്ക് ഹിയറിംഗ് ഡിസബിലിറ്റി ഒക്കെ ഉള്ള ആളാണ്. പിന്നെ ചെറിയ ADHD പോലത്തെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരാളെ പൊതുസ്ഥലത്ത് വെച്ച് ഇങ്ങനെ കയ്യേറ്റം ചെയ്യുന്നതിന് ചിലപ്പോൾ പോലീസ് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ല. എങ്കിൽ പോലും ഇതൊന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതൊരു പാവ മനുഷ്യനാണ്, അയാൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളാണ്. അയാളെ വെറുതെ അങ്ങനെ ഉപദ്രവിക്കരുത്. എവിടെയെങ്കിലും വെച്ച് കിട്ടിയ ആർക്ക് വേണേൽ ആറാട്ടെണ്ണയൊക്കെ തല്ലുമൊക്കെ ചെയ്യാം. അയാൾ തിരിച്ചൊന്നും ചെയ്തൊന്നും വരത്തില്ല, ബഹളം വെക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ. കണ്ടു നിൽക്കുന്നവരൊക്കെ അവിടെ കണ്ടു നിൽക്കുന്ന സീനാണ് വേറൊരു വീഡിയോ കണ്ടത്. ഇതൊക്കെ പിടിച്ചു മാറ്റേണ്ട കേസേ ഉള്ളൂ. ആണെങ്കിൽ തന്നെ ഈ വയലൻസ് ഒന്നും ആറാട്ടെണ്ണൻ്റെ അടുത്തൊന്നും ഇറക്കരുത്. ആറാട്ടെണ്ണന് അതൊന്നും അങ്ങനെയുള്ള പരിപാടിയൊന്നും പറ്റുന്ന ആളല്ല, മനസ്സിലായില്ല. ഇനിയാണെങ്കിലും അയാൾ പുറകെ വന്ന് തിരിച്ചുപദ്രവിക്കാനോ അല്ല അതിനൊന്നും ഉള്ളൊരു ആ ഒരു തരത്തിൽ ഒന്നും ജീവിച്ചിട്ടുള്ള ആൾ പോലും അല്ല. ഇതിപ്പോൾ പുറകെ ഒരു പണിയും കൊണ്ട് വരിക, അല്ലെ പിന്നീട് എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഗ്യാങ് കൂടി ആക്രമിക്കുക, ഇതൊന്നും ആറാട്ടെണ്ണനെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പാവത്തിനെ അങ്ങനെ ഉപദ്രവിക്കാൻ നിൽക്കരുത്. ഭയങ്കര ചീപ്പാണ് അതുമായിട്ട് അടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. അതും വയ്യാത്തൊരാളാണെന്നുള്ള കാര്യം അറിയത്തില്ലായിരിക്കും പലർക്കും. ഞാൻ പലയിടത്തും ഈ സാധനം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ബാലയാണെങ്കിലും കൊണ്ട് വീട്ടിലിട്ട് അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇയാളെ. ചെരിപ്പൂരി അടിച്ചെന്നൊക്കെ ഇയാളെ വന്ന് പറയുന്നേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ട് ആൾക്കാർ ഈ പാവത്തിനെ. അത് അത്രയും തരം താന്ന ആൾക്കാരുടെ പണികളാണ്. ഇതിപ്പോൾ ഒരു അവസരം കിട്ടുമ്പോൾ തന്നെ വെറുതെ ഒരു കാര്യമില്ലാതെ അയാൾ എന്തെങ്കിലും വീഡിയോ പറഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ അത് വീഡിയോയ്ക്കകത്ത് പറഞ്ഞതാണ്. ഈ പറഞ്ഞ ആളുമായിട്ട് പേഴ്സണലി ഒരു കാര്യമില്ല. അയാളെ അറിയത്തുപോലും ഉണ്ടാകത്തില്ല, ആദ്യമായിട്ട് കാണുന്നതായിരിക്കും. അപ്പോഴത്തേക്കിനും അയാളെ പിടിച്ച് തല്ലണ്ടയോ ഉപദ്രവിക്കണ്ടയോ കളിയാക്കണ്ടയോ ഒന്നും ആവശ്യമില്ല. അത് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത ആൾക്കാരൊക്കെ കൂടി ഇതിനെ പല പ്രാവശ്യമായിട്ട് ഇപ്പോൾ തിയേറ്ററിലൊരു സംഭവം ഉണ്ടായി. ഇപ്പോൾ ഇവിടെ ലുലുമോളിലെ ഈ എന്താ പറയുക മറ്റേ ഈ എന്താ പറയുക മെട്രോയുടെ അവിടെ നിന്ന് അകത്തോട്ട് കയറുന്ന വഴിക്കാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. എന്താണേലും ഇത് ആരാണെങ്കിലും കേസ് എടുക്കാനൊക്കെ തീരുമാനിച്ച് വളരെ നന്നായി. കാരണം ഇതിന് മുമ്പുള്ള ഒരു സ്ഥലത്ത് ഇയാൾക്കിനുള്ള ധൈര്യം ഇല്ലാന്ന്. ഇപ്പോൾ ഒത്തിരി ആയപ്പോൾ ചിലപ്പോൾ ആൾ നിവർത്തിയത് കൊണ്ട് ചെയ്യുന്നതായിരിക്കും. ഇനിയാണെങ്കിലും ആറാട്ടൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ആറാട്ടൻ കേസ് കാര്യങ്ങളിലേക്ക് തന്നെ നീങ്ങേണ്ടതാണ്. എവിടെ വെച്ച് എന്ത് സംഭവിച്ചാലും ആറാട്ടനെ ശരിക്കും കേസ് കൊടുക്കേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ചെയ്യാന്നതിൻ്റെ കുഴപ്പമായി കാണുന്നത്. അന്നേ ഞാൻ പറയാം ഇവനൊക്കെ വരുമ്പോൾ തന്നെ ഓരോന്ന് കൊടുത്തു വിടണം, ഈ പറഞ്ഞവർ അടിച്ചെന്ന് പറയുമ്പോൾ തന്നെ. പക്ഷേ ഇയാൾക്ക് പേടിയാണ്. പക്ഷെ ആ പേടി കുറച്ച് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനിയും ആറാട്ടൻ്റെ നേരെ എന്തെങ്കിലും അതിക്രമമൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്താൽ അതിനകത്ത് കേസ് അയാൾ കൊടുക്കേണ്ടതായിട്ട് അയാളെ നിവർത്തികേടുകൊണ്ടാണ്. മനസ്സിലായി, അയാളെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇച്ചിരി ബോധം വെളിവുള്ള ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം. വെറുതെ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓൺലൈനിലേക്ക് ഇരുന്ന് എന്തെങ്കിലും പറയുന്നവരുടെ നെഞ്ചത്തോട്ട് കയറാൻ ചെന്നാൽ അത്ര ശരിയല്ല. അതിൻ്റെ ആവശ്യം അവനില്ല. അവൻ ഇയാളെ അറിയായിരിക്കും, പക്ഷേ ഇയാൾക്ക് അവനെ അറിയത്തില്ല. അവൻ ആരാന്ന് പോലും ആറാട്ടൻ അറിയത്തില്ല. പെട്ടെന്ന് ഒരാൾ വഴി വെച്ച് കാണുന്നു, എന്തൊക്കെയോ പറയുന്നു. എന്തിന് എന്ന് വെച്ചാൽ ഇവൻ്റെ വീട്ടിൽ ചെന്ന് എന്തെങ്കിലും ആറാട്ടനെ കാണിച്ചോ, ഇല്ല ഇവൻ ആരെങ്കിലും ആരാധിക്കുകയോ ഏതെങ്കിലും സിനിമ കാണുമോ? സിനിമ അല്ലാതെ വേറെ വിഷയം ആറാട്ടനെ സംസാരിച്ചാൽ കേട്ടില്ല. പിന്നെ ഈ പൊട്ടത്തരം വല്ല പെമ്പിള്ളാരോട് കാശുണ്ടെന്ന് പറയുന്നൊന്നും ഇപ്പോൾ പെമ്പിള്ളാർ പോലും മൈൻഡ് ചെയ്യുന്നില്ല. അതൊരു വലിയ കേസായിട്ട് എടുക്കുന്നില്ല. ഇപ്പോൾ അനാർക്കലി വരയ്ക്കാൻ പറഞ്ഞ പോലെ പെമ്പിള്ളാരുടെ നമ്പറൊക്കെ ഇഷ്ടം പോലെ ആറാട്ടനെ, എൻ്റെ ഗേൾസ് ആയിട്ടുള്ള സകല ഫ്രണ്ട്സിൻ്റെ നമ്പർ ആറാട്ടനെ കൊടുത്തിട്ടുണ്ട്, അവരെല്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ ആറാട്ടനെ അവരെ വിളിച്ച് ശല്യം ചെയ്തതായിട്ട് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. അയാൾ ക്യാൻ ഐ കോൾ എന്നൊക്കെ ചോദിച്ചിട്ടേ വിളിക്കാറുള്ളൂ. അത്രയ്ക്ക് മര്യാദയോട് കൂടിയാണ് എല്ലാവരോടും ഇടപെട്ടേക്കുന്നത്. പിന്നെ നിത്യാമേനൻ്റെ കേസിൽ ഇച്ചിരി ആ സമയത്ത് അയാൾ കുറേ പുറകെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അല്ലാതെ എല്ലാ പെണ്ണുങ്ങളെ അങ്ങനെ പറയാം പിന്നെ ഇങ്ങനെ ക്രഷ് ഉണ്ടെന്നൊക്കെ പറയുന്ന അല്ലാതെ ആരുടെയും പറയുമൊന്നും പിന്നെ പോയിട്ടില്ല. ആരാട്ടൻ വേറെ ലോകത്ത് അങ്ങനെ ജീവിച്ചു പോകുന്നു. പിന്നെ അഭിപ്രായം പറയുന്ന പോലെ എല്ലാം തുറന്നു പറയുന്നുണ്ട്. അതും അയാളുടെ ഒരു പ്രത്യേകത മാത്രമാണ്. അല്ലാതെ ആരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവർ നശിച്ചു പോട്ടെ എന്നുള്ള രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. അപ്പം അതുകൊണ്ട് അയാളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. ഏറ്റവും തരംതാന്ന ആളുകളല്ലാതെ ആരും ഈ ബാലയെ പോലത്തേക്ക് ബാല ഇവനെ അടിച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യം 2 പ്രാവശ്യം വീട്ടിൽ വിളിച്ച് വരുത്തി അടിച്ചു. ഒന്നടി കൊണ്ടിട്ട് പിന്നെയും പോയി അടി മേടിച്ചാൽ ഈ ആറാട്ടണ്ണൻ. മനസ്സിലായി, അന്ന് ഞാൻ പറഞ്ഞതാണ് ന്യൂ ഇയറിൻ്റെ അന്ന് പോരുന്നെന്ന് പറഞ്ഞിട്ട് പിന്നെയും പോയി ബാല അടിച്ചതെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം വീഡിയോ ഇടുന്നത് കണ്ടിട്ടില്ലേ, മുഖത്തടി കൊണ്ടു ഇത് കൊണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അത്രയും തരംതാന്ന ആൾക്കാരല്ലാതെ ആരും ഈ പരിപാടിക്ക് നിൽക്കത്തില്ല. മനസ്സിലായോ, ഇവനേതാണെന്ന് അറിയത്തില്ല. ഇവൻ അത്രയ്ക്കും പ്രശ്നമുള്ളവനൊന്നും അല്ല. എന്ന് വെച്ചാൽ വഴി കണ്ടു ഒരു അതേ മാനസികാവസ്ഥയുള്ള വേറൊരാളാണെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഉന്തും തള്ളും കച്ചറ ഉണ്ടാക്കി. അപ്പോൾ ഇനിയാണെങ്കിൽ ഇനി ഇതുപോലെ ആരും ഇടപെടാതിരിക്കുക മാക്സിമം. ഇടപെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും പറ്റുകയുണ്ടല്ലോ, ഇയാളെ അടിക്കുകയോ തല്ലോ ചെയ്താൽ ചിലപ്പോൾ ഇയാൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിക്കുണ്ടാവും. അത് സ്വാഭാവികമായിട്ട് ഈ സാധാരണ ഒരു മനുഷ്യന് കിട്ടുന്ന പോലത്തെ എഫക്റ്റ് ആയിരിക്കത്തില്ല. ഇയാളെ തല്ലുപോലും ചെയ്താൽ ഇയാൾ ചിലപ്പോൾ പാരലൈസ്ഡ് ആയി പോകാൻ സാധ്യതയുണ്ട്, ചെവിയുടെ കേൾവി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അയാൾക്ക് അങ്ങനെ കുറേ പ്രശ്നങ്ങളുള്ള ആളാണ്. അപ്പോൾ അയാളെ ഉപദ്രവിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അപ്പുറത്തോട്ട് കാര്യങ്ങൾ പോയെന്നൊക്കെ ഇരിക്കും.
ഒന്നും പറയാൻ പറ്റത്തില്ല. അയാൾക്ക് സ്ട്രെസ് കൂടി എന്തെങ്കിലും പറ്റിപ്പോയാൽ അല്ലെ ഇയാളിനി അവിടെ നിന്ന് ഇറങ്ങിച്ചെന്ന് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കാണിച്ചാലും മതി. മനസ്സിലാവുന്നുണ്ടോ? അതുപോലത്തെ അവമാനമൊന്നും താങ്ങാൻ ചിലപ്പോൾ പെട്ടെന്ന് പറ്റുന്ന തരത്തിൽ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ അയാൾക്ക് നേരെ ഭയങ്കരമായ രീതിയിൽ എന്തെങ്കിലും ചെയ്ത് പേടിക്കുകയും ചെയ്യും. അല്ലാണ്ട് അന്ന് ബാലയുടെ ഇഷ്യൂ നടക്കുമ്പോൾ എല്ലാം പേടിച്ചിട്ടാണ് പുള്ളി നമ്മളെ ഈ പറഞ്ഞ പോലെ മാറ്റി മറിച്ചൊക്കെ പറയുന്നത്. അല്ലാതെ ആള് ഒരു കള്ളനായതുകൊണ്ടോ ഒന്നും പറയുന്നതല്ല. ബാലയെ പേടിച്ചതുകൊണ്ട് അവനങ്ങനെ തിരിച്ചു മറിച്ചു അവിടെയൊക്കെ നിന്ന് പറയുന്നതൊക്കെ കണ്ടിട്ട് സങ്കടം തോന്നി ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അല്ലേ. എനിക്ക് ഭയങ്കര കഷ്ടമാണ് തോന്നിയത്. ഇയാൾ ഇതിനിടയിൽപ്പെട്ടല്ലോ എന്നുള്ളൊരു തോന്നലേ ഉള്ളതാണ്. അല്ലാതെ അയാളെ വെച്ചിട്ട് നമ്മളൊന്നും ചെയ്യാൻ പോയിട്ടില്ല. ഞാനൊരു വീഡിയോ പോലും ഇയാളെ ഇവിടെ നിന്ന് ആ സമയത്ത് ചെയ്തിട്ടില്ല. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ ആറാട്ടനോട് ചുമ്മാ ഇരിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ആറാട്ടൻ പറയുന്നുണ്ട് എവിടെ തോക്കുന്നു, ആരാ തോക്കുണ്ടോ എന്നൊക്കെ. പിന്നെ പേടിച്ച് കഴിഞ്ഞാൽ പുള്ളി പിച്ചും പേയും പറയും, ഓർമ്മയില്ല വെളിവില്ല എന്നൊക്കെ അയാൾ പറയാനുണ്ട്. മനസ്സിലായോ? അല്ലാതെ മനഃപൂർവ്വം കള്ളത്തരങ്ങൾ പറഞ്ഞും വേറെ ആളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക കഥ മെനയുന്ന ഈ തെണ്ടി പല ഇവിടുത്തെ മറുനാടനും ട്രൂ ടി വിയും പോലത്തെ ഈ എന്താ പറയുക മഞ്ഞപ്പത്രക്കാരനോ ഒന്നും അല്ല. മനസ്സിലായോ? അവരെക്കാളൊക്കെ അന്തസ്സുള്ള മനുഷ്യനാണ്. കാരണം പലരും കള്ളക്കഥകൾ പറയുകയും കാശ് മേടിച്ച് വാർത്തകൾ വടിച്ചൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ഈ ബാലയുടെ വീട്ടിൽ പോയിട്ട് ചെകുത്താൻ പട്ടിയാണ്, പൂച്ചയാണ്, പട്ടിത്തീട്ടാണെന്നൊക്കെ പറഞ്ഞ ട്രൂ ടി വിയെ പോലൊന്നും അല്ല ആള്. അവരെക്കാൾ അന്തസ് ഈ ആറാട്ടനുണ്ട്. കാരണം ആറാട്ടൻ പേടിച്ചിട്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. നമ്മൾ അതിൽ കൂടുതൽ ധൈര്യമൊക്കെ കൊടുത്തിരുന്ന ചിലപ്പോൾ ആറാട്ടനെ കൊണ്ട് പറയിക്കാനും പറ്റുവാണ്. പിന്നെ അതിനൊന്നും നിന്നില്ല. പക്ഷെ മറ്റേത് അങ്ങനല്ല. അവിടെ പോയി ഞം വെച്ചിട്ട് വേർത്തിട്ടുണ്ടാകുന്നത് അവയർലെന്ന് പറഞ്ഞിട്ട് ചാനലിൽ നിന്ന് പോയി അവിടെ ഇരുന്നുകൊണ്ട് കുത്തിത്തിരിപ്പ് വാർത്തകൾ ഉണ്ടാക്കുന്ന അത്രയും ആളുകളല്ല ഇതൊന്നും. മനസ്സിലായോ? അതായത് കാശിന് വേണ്ടിയിട്ട് കള്ളത്തരം പറയുന്ന പരിപാടിയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ സിനിമ റിവ്യൂ എന്നൊക്കെ പറഞ്ഞ് സിനിമയെ പറ്റിയൊക്കെ കൂടുതലും പറയാറ്. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും അത്രേ ഉള്ളൂ. ആറാട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സ്നേഹമുള്ള മനുഷ്യൻ തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണ് ആറാട്ടനെ. ആറാട്ടനൊരു ഉപദ്രവകാരിയൊന്നും അല്ല. ഒരുപാട് പേർക്ക് താല്പര്യമുള്ളൊരു മനുഷ്യനാണ്. അയാൾക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്. അപ്പോൾ ഇത്രയും ഡിസബിലിറ്റി ഒക്കെ ഉള്ള ഒരാളെ അടിക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ളവന് ചേർന്ന പണിയല്ല. എന്തൊരു തരത്തിലൊക്കെ അടിക്കണ്ടേ? ഇതിന് ഒരുമാതിരി ചാഞ്ഞ കിടക്കുന്ന തെങ്ങയിൽ ഓടിക്കയറുക, തിണ്ണ വിടുക കാണിക്കുക, അല്ല എനിക്ക് ഇതിനേക്കാൾ ആരോഗ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിന്നെ വേണം അടിക്കുക എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലുള്ള പരിപാടിയാണ് ബാലയൊക്കെ അവതരിപ്പിച്ച. അങ്ങനത്തെ പരിപാടിയാണ്. മനസ്സിലായില്ലേ? ഈ പാവത്തിനെ അടിക്കുക, ഒരു വീട്ടിൽ കയറി വന്ന് സീൻ കാണിക്കുക, ഇതൊക്കെ അങ്ങനെയുള്ള ആളുകളാണ് ചെയ്യാറ്. അതേപോലെ തരത്തിനായിരിക്കണം ഇവനും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിവനെ അറിയത്തില്ല. ഇവൻ എന്താ സംഭവം എന്ന് മനസ്സിലായിട്ട് പോലും ഇല്ല. അവൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവൻ എന്തിൻ്റെ പേരിലാണ് ആറാട്ടനെ കളിയാക്കുന്നത് എനിക്കറിയത്തില്ല. ആറാട്ടനെ കളിയാക്കിയതുകൊണ്ട് എന്താണ് ഇങ്ങനെ ഇയാളെയൊക്കെ കളിയാക്കിയിട്ട് എന്തോ കിട്ടാനാ? ഇത് ചുമ്മാ ഒരു ഫൺ അത്രേ ഉള്ളൂ. ആറാട്ടണം പറയുന്നതൊക്കെ അങ്ങനെ എടുത്തു അങ്ങനെ വിടുന്ന കാര്യങ്ങളല്ല. ഇവിടെ വലിയ ചർച്ചയൊന്നും ആക്കേണ്ട വിഷയങ്ങളൊന്നും ആറാട്ടണം ചെയ്തിട്ടില്ല. പിന്നെ ആറാട്ടനെ ഓരോരുത്തരോട് ക്രഷ് തോന്നി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു കണ്ടന്റ് ആയിട്ട് ഇവിടെയുള്ള ഓൺലൈൻ മീഡിയ ഒക്കെ സെല്ല് ചെയ്യുന്നുണ്ടെന്നും പിന്നെ പലരും ട്രോൾ ഉണ്ടാക്കുന്നുണ്ടെന്നും ഒക്കെ ഉള്ളത് തന്നെയാണ്. ഒരു വർഷം ചിലപ്പോൾ 1 കോടി രൂപയ്ക്ക് മേൽ ബിസിനസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഇയാൾ. മനസ്സിലായോ? ഒരുപാട് പേർക്ക് ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ഓൺലൈൻ മീഡിയക്കാർക്ക് പൈസ ഉണ്ടായിട്ടുണ്ട് ഇയാൾ കാരണം. ആർക്കും അങ്ങനെ ഇയാൾ പൊട്ടനാണ്, ഇയാൾ മണ്ടനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും നടക്കുന്നതെങ്കിൽ പോലും അത് ഒരു കണ്ടന്റാണ്, ഈസി ആയിട്ടുണ്ടാകുന്ന ഒരു കണ്ടന്റാണ്. മനസ്സിലായോ? അതിനെയൊക്കെ യൂസ് ചെയ്യുന്നതിന് തെറ്റൊന്നും പറയാനില്ല. പക്ഷെ എങ്കിൽ പോലും അത്രയും വാല്യൂ ഒക്കെ ഉണ്ട് ഇയാൾക്ക്. മനസ്സിലായി? ആറാട്ടനെ മാത്രമല്ല ഏറ്റവും കെയർലെസ് ആയിട്ടും ക്യാമറ പിടിച്ച് ഇന്ത്യയിൽ സംസാരിക്കുന്ന ഒരേ ഒരു യൂട്യൂബർ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരാളെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കേരളത്തിലുള്ള എനിക്ക് തോന്നുന്നു 80% ആൾക്കാർക്കും പോലുള്ള വിവരമുള്ള മനുഷ്യരും അല്ലാത്തവർക്കും എല്ലാം മനസ്സിലാവും ഇയാളെ കണ്ടു കഴിഞ്ഞാൽ അല്ലേ. അതായത് ഓർമ്മ വെളിവുള്ളവർക്കെല്ലാം കണ്ടാൽ മനസ്സിലാകത്തില്ല. ഓൺലൈൻ കയറിയിട്ടുണ്ടെങ്കിൽ ആറാട്ടനെ അറിയാം. പക്ഷേ ഇയാളെ പറ്റി അങ്ങനെ ആർക്കും ഒരു ദ്രോഹം ചെയ്തതായിട്ടോ അവർക്കാർക്ക് ഇയാളെ അടിക്കണമെന്നോ തല്ലണമെന്നൊന്നും തോന്നിയവരും കാണത്തില്ല. ലുമുകളിലൊക്കെ വന്നിരിക്കും. അപ്പോൾ എല്ലാവരും സെൽഫി എടുക്കാൻ വരും. കൊച്ചു പിള്ളേർ ഒരു ആറാട്ടനോട് സെൽഫി എടുക്കാറുണ്ട്. അത്ര ഒരു നിരുപദ്രവകാരിയായ ഒരു സാധു മനുഷ്യനെ അങ്ങനെ ഉപദ്രവിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞില്ല എത്രക്കാരാണെന്ന്. അത് ഭയങ്കര മോശം ആൾക്കാർക്കേ പറ്റത്തുള്ളൂ. ഇവരൊക്കെ പിന്നീട് ഇതേപോലത്തെ അവസ്ഥകളിലൊക്കെ എത്തും. അതൊക്കെ നമുക്ക് കാണാനുള്ളതല്ലേ. ആറാട്ടനെ ഉപദ്രവിച്ചവരാരും എങ്ങും പോകാനൊന്നും പോകുന്നില്ല. ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ. നമുക്ക് അന്ന് കാണാം അവരെയൊക്കെ അല്ലേ. ഇതേപോലത്തെ ഗതികേടിലേക്കൊക്കെ എത്തിപ്പെടുമ്പോൾ ഞാൻ പറയാം, അന്ന് വീഡിയോ ഒക്കെ ഇടാം, പിന്നെ ഇടാം. വീഡിയോ ഒന്നും തീരുന്നില്ലല്ലോ. അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാനിടും, അല്ലെ വേറെ ആരെങ്കിലും ഒക്കെ ഇടും. അത്രേ ഉള്ളൂ. ഈ പാവത്തിനെ ഉപദ്രവിച്ചതിനൊന്നും രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. എന്നുവെച്ചാൽ അതൊരു എപ്പോഴും മനസ്സിലായില്ലേ, ഇതിനൊക്കെ ഒരു സാധനം ഉണ്ട്, ഉള്ളിൽ കിടക്കും. ഇത് ചെയ്തവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ട് പിന്നീട് അനുഭവിക്കത്തുള്ളൂ. അത് നല്ലപോലെ തിരിച്ചു കിട്ടും. ഇതുപോലെ തന്നെ കിട്ടും. ഇത് തന്നെ കിട്ടും. മനസ്സിലായില്ല? അല്ലാതെ മറ്റേതായിരിക്കത്തില്ല കിട്ടുന്നത്. വേറെ എന്തെങ്കിലും അസുഖം വരും ആയിരിക്കത്തില്ല. ഇതേപോലെ തന്നെ നൈസായിട്ട് എവിടെയും ചെന്ന് കയറി മേടിച്ചോളും. അപ്പോൾ അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ലൈൻ. അതറിയാത്ത ആൾക്കാർക്ക് കൊള്ളുമ്പോഴേ അറിയത്തുള്ളൂ എന്ന് പറയത്തില്ലേ. അല്ലാതെ ഇയാളെ ഒന്നും അടിക്കാനൊന്നുമില്ല. ആളെ ഒന്നും അടിക്കാൻ പാടില്ല. ആരെ അടിക്കാൻ പാടില്ല ഞാൻ പറയും. എന്നാൽ പോലും അതിനകത്ത് തീരെ പാടില്ല. ഭയങ്കര നോട്ടോറിയസ് ആയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ന്യൂസൻസ് ആയിട്ട് നടക്കുന്ന ഒരാളെ ആരെങ്കിലും ഉപദ്രവിക്കുന്ന പോലെയല്ല.